മറ്റു വാർത്തകളിലേക്ക്. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരാകും. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് നീക്കം. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, ഈ കഴിഞ്ഞ ദിവസം ആദ്യം അഭിനയ്ക്ക് ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഈ MS സൊല്യൂഷനിലും റെയ്ഡ് ഉണ്ടായിരുന്നു. അവിടെ 3 അധ്യാപകരെ ചോദ്യം ചെയ്യുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയമൊന്നും ഈ മുഹമ്മദ് ഷുഹൈബിനെ അവിടെ എങ്ങും കണ്ടില്ല. മുഹമ്മദ് ഷുഹൈബിനായി തിരച്ചിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുകയാണ്. ഇന്നത്തെ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വലിയ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായിരിക്കും ആ ജാമ്യാപേക്ഷയിലെ നിർദ്ദേശം എന്നുള്ളത് കൊണ്ടായിരിക്കും ഇന്നിപ്പോൾ മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുന്നത്? ആദ്യം തന്നെ കാളിദാസ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഷുഹൈബ് ഒളിവിൽ തന്നെ തുടർന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. പിന്നീട് ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുന്നത് എന്നുള്ളതാണ്. നേരത്തെ പലതവണയും ക്രൈംബ്രാഞ്ച് ഷുഹൈബിന് നോട്ടീസ് നൽകിയിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെത്തിയും അല്ലാതെയും പലതവണ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയെങ്കിലും യാതൊരു വിധത്തിലും സഹകരിച്ചിരുന്നില്ല ഷുഹൈബ് എന്നുള്ളത് തന്നെയാണ്. കേസ് 6ാം തവണയും ഇതിൽ വിധി പറയുന്നത് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് ഈ ഒരു കേസ് പരിഗണിച്ചിരുന്നത്. പിന്നീട് 6ാം തവണയും ഈ ഒരു കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് ഷുഹൈബ് ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഒരു കേസ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് എന്നോണം ഈ ഒരു കേസിൽ അറസ്റ്റ് തടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും ഈ ഒരു കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായേക്കണം എന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു കേസിൽ ഇന്ന് വിധി വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു കേസിൽ ഹൈക്കോടതിയിൽ വിധി വരിക എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം ഒരു പക്ഷേ ഈ ഒരു കേസിൽ ഷുഹൈബിന് തിരിച്ചടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു കേസ് ഷുഹൈബിന് നിർണായകമാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. നേരത്തെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോയി, അധ്യാപകർ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ തെളിവെടുപ്പും മറ്റും എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ MS സൊല്യൂഷൻ സ്ഥാപനത്തിലും ഈ അധ്യാപകരുമായി തെളിവെടുപ്പും അതുപോലെ തന്നെ മൊഴിയെടുപ്പ് എല്ലാം തന്നെ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തെല്ലാം തന്നെ അധ്യാപകർ നൽകിയിരുന്ന മൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊഴിയിൽ ഉറച്ചു തന്നെയാണ് അധ്യാപകർ നിന്നിരുന്നത്. അതായത് തങ്ങൾ ഈ ഒരു ചോദ്യപേപ്പർ മോഷ്ടിച്ചതല്ല, അല്ലെങ്കിൽ ചോദ്യപേപ്പർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ചോർത്തിയതല്ല, ഇത് MS സൊല്യൂഷൻ സ്ഥാപനം പ്രവചിച്ച ഒരു ചോദ്യപേപ്പർ തന്നെയാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ അധ്യാപകർ ഉറച്ചു നിന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കേസിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും കോഴിക്കോട് സെഷൻസ് കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും എല്ലാം തന്നെ വാദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഉന്നതരുമായി ചേർന്നാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർത്തിയത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അടക്കം വാദിച്ചിരുന്ന ഒരു കാര്യം. പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മറ്റ് രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ ആരോപിച്ചിരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ പ്രധാന ഉറവിടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത്. അത് മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അധ്യാപകരും ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നത് എന്നുള്ളത് തന്നെയാണ് മറ്റ് രാഷ്ട്രീയ സംഘടനകൾ അടക്കം ഈ ഒരു കേസിൽ പറഞ്ഞിരുന്ന ഒരു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം ആരോപിച്ചിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രതിഭാഗം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, MS സൊല്യൂഷൻ സ്ഥാപനം മാത്രമല്ല മറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ അടക്കം ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തുന്നുണ്ട്. ഇതിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, എന്തുകൊണ്ട് ഷുഹൈബിനെ മാത്രം ഇത്തരത്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അടക്കം പ്രതിഭാഗം പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വാദിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഹൈക്കോടതിയിലും അതുപോലെ തന്നെ കോഴിക്കോട് സെഷൻസ് കോടതിയിലും വാദിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിലാണ് ഈ ഒരു കേസിനെ സമീപിച്ചിരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഷുഹൈബ് ഹാജരാകുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും ഇന്ന് മൊഴിയെടുപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഹൈക്കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാദിക്കുകയുണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മറ്റ് 2 അധ്യാപകരുമായി കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ MS സൊല്യൂഷൻ സ്ഥാപനത്തിലടക്കം തെളിവെടുപ്പുണ്ടായ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഈ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള നടപടികളെല്ലാം തന്നെയെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാളിദാസ്.